അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ജന്നത്തുൽ ബഖിയാണ് നമ്മളെ സിയാറത്ത് ചെയ്തത്. ധാരാളം സ്വഹാബിമാർ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭാര്യമാർ, അവിടുത്തെ പുന്നാര മകൾ ഫാത്തിമ ബീവി, അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് മുല കൊടുത്ത ഹലീമത്തു സഅദിയ, സയ്യിദുന ഉസ്മാൻ ബിൻ അഫ്ഫാൻ റളിയല്ലാഹു അൻഹു, ഇമാം മാലിക് റളിയല്ലാഹു അൻഹു, ഇമാം നാഫി റളിയല്ലാഹു അൻഹു, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അമ്മായി സഫിയ ബീവി, ഇങ്ങനെ ചരിത്രത്തിലെ ധാരാളം പ്രമുഖരായ സ്വഹാബിമാരും സ്വഹാബിയാത്തും അന്തി ഉറങ്ങുന്ന, ആയിരക്കണക്കിന് സ്വഹാബിമാരും അന്തി ഉറങ്ങുന്ന വിശുദ്ധമായ ജന്നത്തുൽ ബഖിയിലാണ് ഇപ്പോൾ നമ്മളുള്ളത്. മാത്രമല്ല, വിശുദ്ധ ഖുർആനിൻ്റെ ഹാഫിലീങ്ങളായിരുന്ന 70ഓളം ശുഹദാക്കളെ ജൂതന്മാർ കൊലപ്പെടുത്തിയ ഷഹീദായ 70 ഹർറാ ശുഹദാക്കൾ എന്ന പേരിൽ അറിയപ്പെടുന്ന ആ മഹാന്മാരുമൊക്കെ മറവിട്ട് കിടക്കുന്ന ജന്നത്തുൽ ബഖിയാണ് നമ്മൾ സന്ദർശിച്ചത്. നബിയുടെ 9 ഭാര്യമാർ ഒരേ കെട്ടിൽ അവർ മറവ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ, അവിടുത്തെ പിന്നാര മകൾ എന്ന് വിശേഷിപ്പിച്ച സ്വർഗസ്ത്രീകളുടെ നേതാവായി നാളെ പരലോക ജീവിതത്തിൽ വരുന്ന മഹദിയാവുന്ന ഫാത്തിമ ബീവി റളിയല്ലാഹു അൻഹ. ഈ ജന്നത്തുൽ ബഖിയാണ് ലോകാവസാനത്തിൽ ആദ്യമായി പുനർജന്മം നൽകപ്പെടുന്ന മഖ്ബറ എന്ന് പറയുന്നത് ഈ ജന്നത്തുൽ ബഖിയാണ് എന്ന്. പുതുമഴയ്ക്ക് സസ്യങ്ങൾ പൊന്തുന്നത് പോലെ നാളെ പരലോക ജീവിതത്തിൽ ഭൂമിയിൽ നിന്ന് മനുഷ്യന്മാർ പൊന്തും. അതിലാദ്യമായി പൊന്തി വരുന്നത് ജന്നത്തുൽ ബഖിയിൽ മറവ് ചെയ്യപ്പെട്ട ആളുകളാണ് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വിശേഷിപ്പിച്ചിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ മഹാന്മാരുടെയൊക്കെ ബർക്കത്ത് കൊണ്ട് നമ്മുടെ ജീവിതം നന്നാക്കി തരട്ടെ. ഈ ഇവരോടുകൂടെ നാളെ സുവലോക സ്വർഗത്തിൽ ഒരുമിച്ചുകൂടാൻ അള്ളാഹു നമുക്കും ബന്ധപ്പെട്ടവർക്കും സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.